ഇന്ന് രാവിലെ റാന്നിയിലെ പല ഭാഗങ്ങളിലും ഒന്ന് ഡ്രോൺ എടുത്ത് പോയിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ കണ്ട കാഴ്ചകൾ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒന്നായിരുന്നു. 2018 പ്രളയത്തിന് ശേഷം ഇത്രയും വെള്ളം വീണ്ടും കാണുമെന്ന് ഒരിക്കലും കരുതിയതല്ല. അന്ന് ഒരു ഓഗസ്റ്റ് മാസമായിരുന്നു പ്രളയമുണ്ടായി റാന്നിയെ മൊത്തത്തിൽ വെള്ളത്തിൽ ആഴ്ത്തിയത്. ഇന്ന് അതേപോലെ തന്നെ 2026 ഓഗസ്റ്റ് മാസം വീണ്ടും റാന്നിയെ ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രളയം ഉണ്ടായിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് റാന്നി പത്തനംതിട്ട റൂട്ടിൽ മന്ദിരം ജംഗ്ഷനിലെ കാഴ്ചകളാണ്. മന്ദിരം ജംഗ്ഷനിൽ നിന്ന് വടശ്ശേരിക്കരിയിലേക്ക് പോകുന്ന റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായ ഒരു അവസ്ഥയിലാണ്. വീടുകളിലും പറമ്പുകളിലും എല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. പലർക്കും വീടിന് പുറത്തു പോലും ഇറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു. രാവിലെ തന്നെ രക്ഷാപ്രവർത്തകരെത്തിയാണ് പലരെയും വീടുകളിൽ നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. അതുപോലെ റാന്നിയിൽ നിന്ന് കോഴഞ്ചേരിയിലേക്ക് പോകുന്ന ബ്ലൂകോടി ഭാഗത്തെ റോഡും പൂർണ്ണമായും വെള്ളത്തിനടിയിലായ ഒരവസ്ഥയാണ്. ഇവിടെയും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട ഒരവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. റാന്നി വലിയ പാലത്തിൻ്റെ മുകളിൽ നിന്ന് പമ്പാ നദി കണ്ടപ്പോൾ ശരിക്കും പേടിയായിപ്പോയി. വെള്ളം അതിശക്തമായി കുത്തിയൊഴുകിയാണ് എത്തുന്നത്. ആ കാഴ്ച നേരിൽ കണ്ടപ്പോഴാണ് പ്രകൃതിയുടെ ശക്തി എത്ര വലുതാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. മാമുക്ക് ജംഗ്ഷനിലും റാന്നി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് ചുറ്റുമുള്ള കടകളിലുമെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. വാഹനങ്ങളും പല സ്ഥലങ്ങളിലും വെള്ളത്തിൽ അകപ്പെട്ട നിലയിലാണുള്ളത്. റാന്നി വളയനാട് ഓഡിറ്റോറിയം ഏകദേശം വെള്ളത്തിനടിയിൽ അകപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ആശുപത്രിക്ക് സമീപം നമ്മുടെ മർത്തോമ ഹോസ്പിറ്റലിന് സമീപമായിട്ട് നിർത്തിയിട്ടിരുന്ന ഒരു സ്കൂൾ ബസ് വെള്ളത്തിൽ അകപ്പെട്ട അവസ്ഥയിലേക്ക് എത്തി. അതുപോലെ തന്നെ പല വാഹനങ്ങളും വെള്ളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിനിടയിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം രക്ഷാപ്രവർത്തകർ ബോട്ടുകളിൽ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അവരെല്ലാവർക്കും ഒരു വലിയ നന്ദി പറയാതിരിക്കാൻ വയ്യ. ഈ വീഡിയോ ഞാൻ എടുത്തത് വെറുതെ കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമല്ല, ഇപ്പോഴുള്ള യഥാർത്ഥ സാഹചര്യം രേഖപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഈ ഭാഗത്തോ സമീപ പ്രദേശങ്ങളിലോ ഉള്ളവരാണെങ്കിൽ ദയവായി അനാവശ്യമായി പുറത്തിറങ്ങാതിരിക്കുക. വെള്ളം കയറിയ റോഡുകളിലൂടെ വാഹനം ഓടിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. ചുറ്റുപാടും നിന്നവരെല്ലാം പോകരുത് എന്ന് പറഞ്ഞിട്ടും അത് വകവയ്ക്കാതെ ഒരു വ്യക്തി വാഹനവുമായിട്ട് വെള്ളം മുറിച്ച് കടക്കാനായിട്ട് ശ്രമിച്ചതാണ്. അങ്ങനെ അത് ഒടുവിൽ വെള്ളത്തിൽ അകപ്പെട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകളെ അവഗണിച്ച് ദയവായി വെള്ളം കയറി കിടക്കുന്ന ഭാഗങ്ങളിലൂടെ വാഹനങ്ങൾ ഓടിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഔദ്യോഗിക അറിയിപ്പുകൾ നമ്മൾ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ കഴിയുന്നിടത്ത് പരസ്പരം സഹായിക്കുകയും സുരക്ഷിതരായി ഇരിക്കാനും മാക്സിമം ശ്രമിക്കുക. ഈ പ്രളയം ബാധിച്ച എല്ലാവരും എത്രയും വേഗം സുരക്ഷിതരാകട്ടെ എന്നും അതുപോലെ തന്നെ എല്ലാം പഴയപടി സാധാരണ നിലയിലേക്ക് ആകട്ടെ എന്നും നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. റാന്നിയിലെ പ്രളയത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടിരിക്കുന്നത്. 2018 ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഭയം നിറച്ചുകൊണ്ടാണ് റാന്നിയിൽ ഇന്ന് ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഈ ഒരു പ്രളയം ഉണ്ടായിരിക്കുന്നത്. പ്രളയത്തിൽ ആളുകളുടെ ജീവന് അല്ലെങ്കിൽ മറ്റ് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കാം.